അപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ കുറേ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാവും. അപ്പോൾ ഇനി കലാകായികം എന്ന് പറയുന്ന പരീക്ഷ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ടെക്സ്റ്റിലാണെങ്കിൽ കുറേ വായിക്കാനുണ്ടാവും. അപ്പോൾ ചിലരൊക്കെ അതിന് മടിച്ചേക്കുക. അപ്പോൾ ഞാൻ അതിന് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും എക്സാമിന് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ വെച്ചാൽ ലോക സംഗീത ദിനം എന്നാണ് കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ജൂൺ 21 അല്ലേ. അടുത്തത് ലോകത്തിൽ ആദ്യമായി ചലച്ചിത്രം പ്രദർശിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ലൂമിയർ സഹോദരന്മാരാണ് കേട്ടോ. അടുത്തത് ചലനനാളത്തിലൂടെ രൂപപ്പെടുന്നതാണ് വായ്ത്താരികൾ. എന്താണ് വായ്ത്താരികൾ ചോദിച്ചാൽ ചലനനാളത്തിലൂടെ രൂപപ്പെടുന്നതാണ് വായ്ത്താരികൾ നോക്കുക. പിന്നെ പഞ്ചാബിലെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നൃത്തരൂപം ഏതാണ്? ചിലപ്പോൾ നിങ്ങൾ 4ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. ബാൻഗ്ര. ലളിതമായ വരകളിലൂടെ ഭാവം വ്യക്തമാക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഇമോജികൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ യൂട്യൂബിലും അവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ല നിങ്ങൾ? വാട്സപ്പിൽ കൂടെയൊക്കെ കുറേ കുട്ടികൾ ചെയ്യുന്നതാണത് അല്ലേ. ഒരു വശം മാത്രം തോൽ പൊതിഞ്ഞ വാദ്യോപകരണത്തിൻ്റെ പേരെന്താണ്? പറയാൻ പറ്റുമോ എന്താണ്? ഗഞ്ചിറ. ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏതാണ്? വിഗതകുമാരൻ. മലയാള ചലച്ചിത്രത്തിലെ ആദ്യത്തെ നായിക ആരാണ്? PK റോസി കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ഒരു കലാസൃഷ്ടിയിലെ വിവിധ ദൃശ്യഘടകങ്ങളുടെ ക്രമീകരണത്തിന് പറയുന്ന പേരാണെന്ത്? ചിത്ര സംയോജനം. കർണാടക സംഗീത പിതാമഹൻ ആരാണ്? പുരന്ദരദാസൻ. അടുത്ത് കർണാടക സംഗീതത്തിലെ 7 സ്വരങ്ങൾ ഏതൊക്കെയാണ്? സ രി ഗ മ പ ദ നി. അതിന് വേറെ പേരെന്താണ്? സപ്തസ്വരങ്ങൾ. ഇനി കർണാടക സംഗീതത്തിലെ പ്രാഥമിക പാഠങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? മായ, മാളവ, ഗൗള, രാഗം. ഇന്ത്യൻ കർണാടക സംഗീതജ്ഞ ആരാണ്? MS സുബ്ബലക്ഷ്മി. മൈം എന്ന നാടകരൂപത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണക്കാരനാരാണ്? നിരഞ്ജൻ ഗോസ്വാമി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആരുടെ നാടകമാണ്? തോപ്പിൽ ബാസി. സിനിമ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ആദ്യത്തെ യന്ത്രമാണ് എന്ത്? മൂവിയോള. ഇനി ഭാരതീയ സംഗീതത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? ലതാ മങ്കേഷ്കർ. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ.